എന്ത് വന്നാലും ഇന്നതാണ് നിയമാവലി എന്നുണ്ടല്ലോ. ഇത് ഒന്നുമില്ലാത്തൊരു മേഖലയായിട്ട് ഇതിങ്ങനെ കിടക്കുന്ന എന്താ? സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന അവർ എന്താണ് ഈ പ്രതീക്ഷ? ആ ഒരു അവാർഡിൽ മറ്റെല്ലാ പ്രതിഷേധങ്ങളും കെട്ടടങ്ങുകയും ചെയ്യും. ഇതിനു മുമ്പ് ഒരു ജൂറിയിലിരുന്ന എനിക്കൊന്നൊരു സിനിമയുടെ ഡയറക്ടർ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞു, നാഷണൽ അവാർഡ് രാഷ്ട്രീയത്തിന് മേളാണ്. ആ ജൂറിയുടെ തീരുമാനമാണ് അന്തിമം, അതും സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പം അതിൻ്റെ പലർക്കും തോന്നുന്നത് എന്താ ഒരു പൈസ വാങ്ങിച്ചല്ലേ അവരിക്കുന്നത്, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം എന്ന വാക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അത് ചേച്ചിയുടെ ചോദ്യം അത്ര പ്രസക്തമായിരുന്നു. ആ ചോദ്യം ചേച്ചിയെ പോലെ ആൾ ഉന്നയിച്ചില്ലെങ്കിൽ ഉന്നയിക്കാൻ ആളുമില്ലാത്ത ഒരു കോമഡി ക്യാരക്ടർ ഒക്കെ കോമഡി ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു എന്നും പറഞ്ഞ് പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നു. പിന്നെ സുഖങ്ങൾ കലവച്ചേച്ചിട്ട് അരുതുപോലെ കൊച്ചിനാണോ എൻ്റെ ജോഡിയായിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, എനിക്ക് അവരെ പരിചയമുണ്ട്, ഞാൻ ടൈറ്റില്ല വന്ന എന്നെ ടൈം അല്ല ഇത് തൊന്തറവ് പണ്ണാതെ. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് 25. വീട്ടിൽ ഇരിക്കുന്നവർക്കും വിവരമില്ലേ? കഷ്ടം. ഒരു ദിവസം അങ്ങ് മാറ്റി വെക്കുക, പ്ലേറ്റ് മറിക്കുന്ന പോലെ. ഇത് ഒരേ മുഖം വെച്ച് പറയും.